വീണ്ടും ചർച്ചയായി മുല്ലപ്പെരിയാർ. ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മുല്ലപ്പെരിയാറിൽ പേടിക്കണോ? നിലവിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സർക്കാർ നിലപാട് പുതിയ ഡാം. തമിഴ്നാടിനോട് ശത്രുതാ മനോഭാവമില്ലെന്നും മന്ത്രി. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ പ്രതിഷേധം. വയനാട് ദുരന്ത മേഖലയിൽ 13ാം ദിവസവും തെരച്ചിൽ. ചാലിയാറിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. പ്രദേശങ്ങൾ ജനവാസ യോഗ്യമാണോ എന്നറിയാൻ ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധ സമിതി അടുത്തയാഴ്ച സ്ഥലത്തെത്തും. ചൂരൽമല ശാഖയിലെ മുഴുവൻ വായ്പകളും എഴുതിത്തള്ളി കേരള ബാങ്ക്. ഗംഗാവലിപ്പുഴയിൽ ഒഴുക്കറിയാൻ നാവികസേനയുടെ പരിശോധന. ഷിരൂർ ദൌത്യം അവസാനിപ്പിക്കില്ലെന്ന് കർണാടകം. അർജുന്റെ കുടുംബം ഷിരൂരിലേക്ക്. ആലപ്പുഴയിലെ നവജാത ശിശുവിന്റെ മരണത്തിൽ തുടരുന്ന ദുരൂഹത. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം വ്യക്തമായില്ല. മൃതദേഹം ജീർണിച്ച അവസ്ഥയിൽ. കസ്റ്റഡിയിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ്. വീണ്ടും പെരുമഴ വരുന്നു. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കടലാക്രമണത്തിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് 24-കാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം. സംസ്ഥാനത്ത് സ്ത്രീക്ക് രോഗം സ്ഥിരീകരിക്കുന്നത് ഇതാദ്യം. തിരുവനന്തപുരത്ത് ചികിത്സയിൽ 8 പേർ. ഹിൻഡൻബർഗ് റിപ്പോർട്ട് ആയുധമാക്കാൻ കോൺഗ്രസ്. സെബി മേധാവിക്കെതിരായ വെളിപ്പെടുത്തൽ JPC അന്വേഷിക്കണം. രാജ്യവ്യാപക പ്രക്ഷോഭം തുടങ്ങുമെന്ന് KC വേണുഗോപാൽ. കോൺഗ്രസ് സാമ്പത്തിക അരാജകത്വമുണ്ടാക്കാൻ നടക്കുന്നുവെന്ന് BJP. ഓണാഘോഷം മാറ്റിവെക്കുന്നതിനെതിരെ പ്രതിഷേധമുയരുന്നു. ഓണ സീസണിൽ വൻതുക മുടക്കിയ വ്യാപാരികൾ നഷ്ടത്തിലേക്ക്. പുലിക്കളി നടത്തിയില്ലെങ്കിൽ ലക്ഷങ്ങൾ നഷ്ടമാകുമെന്ന് മേയർക്ക് നിവേദനം. തൊടുപുഴ നഗരസഭാ ഭരണം നിലനിർത്തി LDF. ലീഗ് അംഗങ്ങൾ LDF-നെ പിന്തുണച്ചു. സബീന ബിഞ്ചു അധ്യക്ഷ. കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. പത്തനംതിട്ട തുമ്പമൺ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ CPM നേതാക്കൾ കള്ളവോട്ട് ചെയ്തെന്ന് ആരോപണം. ജാമ്യം കിട്ടാൻ സുപ്രീം കോടതിയെ സമീപിച്ച അരവിന്ദ് കെജ്രിവാൾ. CBIയുടെ അറസ്റ്റ് റദ്ദാക്കണമെന്ന ആവശ്യം. ED കേസിൽ ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ തുടർന്നത് CBI കേസിലെ നടപടി കാരണം. മുല്ലപ്പെരിയാറിൽ നിലവിൽ ആശങ്ക വേണ്ട എന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണം. ആവശ്യമായ ജലം തമിഴ്നാടിന് നൽകി സുരക്ഷിതമായ ഡാം വേണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം. തമിഴ്നാടുമായി ചർച്ചകൾ ഫലപ്രദമായി തുടരുകയാണെന്നും തമിഴ്നാടിനോട് ശത്രുതാ മനോഭാവമില്ല എന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര സാഹചര്യമുണ്ടായാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തൊടുപുഴയിൽ യോഗം ചേർന്നു. ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ ഉയർന്നു വരികയും റൂൾ കർവിന് അപ്പുറത്തോട്ട് വെള്ളം ഉയർന്നു വന്നാൽ അത് സ്പില്ല് ചെയ്യേണ്ടത് ഇടുക്കി ഡാമിലേക്കാണ്. അങ്ങനെ ഇടുക്കി ഡാമിലേക്ക് വെള്ളം കൂടുതലായി വന്നാൽ അഫക്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയയിലെ ആൾക്കാരുടെ സുരക്ഷയെ ഉറപ്പുവരുത്തി ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഇതെല്ലാ കാലഘട്ടത്തിലും നമ്മൾ ചെയ്യാറുണ്ട്. ഇന്ന് അഡ്വാൻസായി തന്നെ ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ ഉണ്ടായൊരു കാര്യം, കലാമിറ്റി മറ്റ് തലങ്ങളിൽ രൂപപ്പെട്ടു വന്നാൽ അറ്റൻഷൻ മാറിപ്പോകരുത്. ഇതിനു വേണ്ട ടീമിനെ ഇതിനായി തന്നെ നിയോഗിക്കണം. ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകുക, ചെറിയ മണ്ണിടിച്ചിലുണ്ടാകുക, എന്തെങ്കിലും മറ്റ് അനിഷ്ട സംഭവങ്ങൾ എവിടെയെങ്കിലും രൂപപ്പെട്ടു വന്നാൽ ഇത് തമ്മിൽ ആരായിരിക്കണം എൻ്റെ ഉത്തരവാദിത്വം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞ് നിൽക്കുമ്പം ഒരു ബുദ്ധിമുട്ട് രൂപപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു മെസ്സേജ്, ഒരു സന്ദേശം രൂപപ്പെടുത്താനായിട്ടാണ്. അപ്പം അതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം ഡിസ്ട്രിക്ട് കളക്ടർ ലെവലിൽ എടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും അത്തരം ആലോചനകളുടെ ഭാഗമായി വരുന്ന വിഷയം ജില്ലാ കളക്ടർ റിവ്യൂ ചെയ്യും. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്,
ഇന്ന് ഇൻഫ്ലോ എത്രയുണ്ട്, ഔട്ട്ഫ്ലോ എത്ര പോകുന്നുണ്ട്, ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ്. അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പും ഇതും തമ്മിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു ഡാം മാനേജ്മെൻറ്റ് ക്ലിയർ ചെയ്യാനായിട്ടാണ്. അതിജീവന പാതയിൽ വയനാട്. ഇതിന്റെ മലയാളം എന്നുയിരിന്റെ താളം തോളോടു തോൾ ചേരും മലയാളമേ, നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ, കൂടപ്പിറപ്പെന്ന വരദാനമേ, ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ, അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണെന്റെ മലയാളമേ, ഇതെന്റെ മലയാളം, ഇതെന്റെ അടയാളം, എന്റെ മലയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, എന്റെ അടയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, താങ്ങായി മാറും നമ്മൾ തോളോടു തോൾ ചേരും അടയാളം, എന്നും കൈതാങ്ങും പുണ്യമെൻ മലയാളം, എന്റെ മലയാളം, ഇതെന്റെ അടയാളം, ഇതെന്റെ മലയാളം. ഉരുൾപൊട്ടൽ നാശം വിതച്ച മുണ്ടക്കയും ചൂരൽമലയും കാണാതായവർക്കായുള്ള തെരച്ചിൽ 14ാം ദിവസവും തുടരുകയാണ്. ചാലിയാറിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി. നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിനുള്ള പ്രത്യേക ക്യാമ്പുകളും പുരോഗമിക്കുകയാണ്. ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. തുടർച്ചയായ 14ാമത്തെ ദിവസമാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകളിൽ നിന്ന് കാണാതായിരിക്കുന്ന 133 പേരെക്കുറിച്ച് വിവരം ലഭിക്കുന്നതിന് വേണ്ടി വ്യാപകമായ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ജനകീയ തെരച്ചിലിൽ മാത്രം 2000-ഓളം ആളുകൾ പങ്കെടുത്തിരുന്നു. അവർ പ്രധാനമായി മുണ്ടക്കൈ, ചൂരൽമല, അതോടൊപ്പം തന്നെ പുഞ്ചിരിമട്ടം ഭാഗങ്ങളിലായിരുന്നു തെരച്ചിൽ നടത്തിയത്. ആ തെരച്ചിൽ നടത്തുന്നതിനിടയിൽ കണ്ടെത്തിയ ചില മൃതദേഹ ഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം അനിവാര്യമായി വന്നിരുന്നു. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ ദിവസം അത് എയർലിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ആ മൃതദേഹ ഭാഗങ്ങൾ അടക്കം ഇന്ന് എയർലിഫ്റ്റ് ചെയ്യും. അതോടൊപ്പം പ്രധാനമായി ഇന്ന് ചാലിയാർ പുഴയുടെ തീരം കേന്ദ്രീകരിച്ചാണ് ഈ തെരച്ചിൽ നടന്നത്. മുണ്ടേരി ഫാം പ്രദേശം തുടങ്ങി 5 കിലോമീറ്റർ അപ്പുറത്ത് നീളുന്ന തരത്തിലായിരുന്നു തെരച്ചിൽ നടപടികൾ. NDRF സേനാംഗങ്ങൾ, അതോടൊപ്പം തന്നെ അഗ്നിശമന സേനാംഗങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേക വൈദഗ്ധ്യം നേടിയവർ അവരടങ്ങുന്ന 60 അംഗ സംഘമാണ് മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള 6 കിലോമീറ്റർ ഭാഗത്ത് വ്യാപകമായ തെരച്ചിൽ നടത്തിയത്. അതോടൊപ്പമാണ് പാണാൻകയത്തിൽ, വനമേഖലയാണ്, പാണാൻകയത്തിൽ 50 അംഗ സംഘം വിശദമായ തെരച്ചിൽ നടത്തുകയാണ്. സ്വാഭാവികമായി ഇരു സംഘങ്ങളായി തിരഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ തെരച്ചിലിൽ മൃതദേഹ ഭാഗങ്ങളടക്കം കണ്ടെത്തിയാൽ അവയെ അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൽപ്പറ്റയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത്രയധികം ദിവസം പിന്നിട്ടിട്ടും ഈ കാണാതായവരെ കുറിച്ച് മറ്റ് സൂചനകളൊന്നും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ഇനി എത്ര ദിവസം ഇങ്ങനെ അങ്ങ് തെരച്ചിൽ തുടരാമെന്ന ഒരു വലിയ ശ്രമകരമായ ചോദ്യം ഉയരുന്നുണ്ട്. സ്വാഭാവികമായി മന്ത്രിസഭാ ഉപസമിതി അടക്കം കൽപ്പറ്റയിൽ തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർ കൂടി റവന്യൂ അധികൃതരുമായി സംസാരിച്ചായിരിക്കും എന്നുവരെ ഇങ്ങനെ തെരച്ചിൽ തുടരണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. നിലവിലെ സാഹചര്യത്തിൽ ചില ദിവസങ്ങൾ കൂടി ഈ രക്ഷാദൌത്യം ഇങ്ങനെ തന്നെ തുടരും. ഈ മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് സൂചന. എന്തായാലും ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ചുകൊണ്ട് സൈനിക ഉദ്യോഗസ്ഥരെ അടക്കം സഹായത്തോടെയാണ് വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഒരു മൃതദേഹവും 2 ശരീരഭാഗങ്ങളും കണ്ടെത്തിയെന്ന് മന്ത്രി കെ രാജൻ. 256 പേരെ ഇനിയും തിരിച്ചറിയാനുണ്ട്. 878 പേർക്കായി 1162 സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചാലിയാറിലായിരിക്കും നാളെ പ്രധാനമായും തെരച്ചിൽ നടക്കുക എന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂരിൽ നിന്ന് ഒരു ബോഡിയും 2 ബോഡി പാർട്സുമാണ് ഇന്ന് നമുക്ക് റിക്കവർ ആയിട്ടുള്ളത്. ബോഡി പാർട്സ് ഒന്ന് നിലമ്പൂരിൽ നിന്നാണ്, ഒന്ന് വയനാട് പ്രദേശത്തു നിന്നുമാണ്. അങ്ങനെ 53 മൃതശരീരങ്ങളും 203 ബോഡി പാർട്സും ഉൾപ്പെടെ 256
ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനിയും തിരിച്ചറിയാൻ കഴിയാത്ത വിഭാഗത്തിൽപ്പെടുന്നതാണ്. നഷ്ടമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ വിതരണം ചെയ്തു വരികയാണ്. 878 ബെനിഫിഷ്യറീസിനായി 1162 സർട്ടിഫിക്കറ്റുകൾ ഇതിനകം നമുക്ക് നൽകാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കണക്കുകൾ. നാളെയും ഡൌൺ സ്ട്രീമിലുള്ള തെരച്ചിൽ തുടരണം എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ചൂരൽമല മുണ്ടക്കൈ മേഖലകളിൽ വാസയോഗ്യമാണോ എന്നത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. 5 സെക്ടറുകളായി തിരിച്ചാണ് കാണാതായവർക്ക് വേണ്ടി തെരച്ചിൽ പുരോഗമിക്കുന്നത്. ദുഷ്കരമായ മേഖലകളിൽ സന്നദ്ധ പ്രവർത്തകരെ തെരച്ചിലിൽ ഉൾപ്പെടുത്തുന്നത് വെല്ലുവിളിയാണെന്നും മന്ത്രി പറഞ്ഞു. ചാലിയാർ ഒരു 10-40 കിലോമീറ്റർ ഉണ്ട്. ഇനി നമുക്ക് സാധ്യത അവിടെയാണ്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും തെരച്ചിലിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുക. ചാലിയാറിൽ ഇതുവരെയുള്ളതിൽ നിന്നും ചെറിയൊരു മാറ്റം വരുത്തി 5 സെക്ടറായി തിരിച്ചു. ആ സെക്ടറുകളിൽ ഏതൊക്കെ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യണമെന്ന് ഇന്നലെ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടുള്ള തെരച്ചിലാണ് നടത്തുന്നത്. അതിൽ ഫോഴ്സസോടൊപ്പം തന്നെ ചില നമ്മുടെ സന്നദ്ധ പ്രവർത്തകരുണ്ട്. എന്നാൽ സെക്ടർ 1 സന്നദ്ധ പ്രവർത്തകരെ വെച്ചിട്ടില്ല. കാരണം സെക്ടർ 1 കുറെ കൂടി ഹൈ റിസ്ക് ഉള്ള തെരച്ചിൽ നടക്കേണ്ടത്. അവിടെ സന്നദ്ധ പ്രവർത്തകർ വേണ്ടതില്ല, ഫോഴ്സ് മാത്രമാണുള്ളത്. ബാക്കി ഇടങ്ങളിൽ ഓരോ സ്ഥലത്തും ഡിപ്ലോയ് ചെയ്തു. ചിലയിടത്ത് 40 അംഗ ടീമുണ്ട്, ചിലയിടത്ത് 35 അംഗ ടീമുണ്ട്. അങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. അത് കാര്യമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കും. വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് കെ സി വേണുഗോപാൽ. പ്രത്യേക പാക്കേജ് അനുവദിക്കണം. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇതിൽ രാഷ്ട്രീയം കലർത്താതെ യോജിച്ചു നിൽക്കണം. രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ അവർക്ക് തന്നെ ദോഷമാകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. കേരളം പ്രതീക്ഷിക്കുന്നത് കൃത്യമായിട്ടും ഒരു സമ്പൂർണ്ണ പാക്കേജ് വയനാടിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായി പ്രഖ്യാപിക്കുന്നുള്ളതാണ്. ദേശീയ ദുരന്തമാക്കണമെന്നുള്ളത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ ആവശ്യപ്പെട്ടതാണ്. കേരളത്തിന്റെ ഗവൺമെന്റ് എഴുതിയതാണ്. ഇത് രണ്ടും നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അത് കേരളം കാത്തിരിക്കുന്ന കാര്യമാണ്. അധികം വൈകാതെ അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റായാലും സംസ്ഥാന ഗവൺമെന്റായാലും രാഷ്ട്രീയം കലർത്താതെ എല്ലാവരും യോജിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തിയാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എവിടെയെങ്കിലും രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ അത് അവർക്ക് തന്നെ ദോഷമായിട്ട് ഭവിക്കത്തേ ഉള്ളൂ. മാത്രമല്ല ഈ പാക്കേജിനെ തന്നെ അത് ദോഷമായിട്ട് ബാധിക്കും. അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ മരണപ്പെട്ടവരുടെയും വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളും. ബാങ്ക് ഭരണസമിതി യോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത്. കേരള ബാങ്ക് 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു. കേരള ബാങ്കിലെ ജീവനക്കാർ സ്വമേധയാ 5 ദിവസത്തെ ശമ്പളം കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുവാനും തീരുമാനിച്ചിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടലിൽ ഓട്ടോറിക്ഷ നഷ്ടമായ ചൂരൽമല സ്വദേശി മുഹമ്മദ് അലിക്ക് പുതിയ ഓട്ടോറിക്ഷ ലഭിക്കും. മലപ്പുറം സ്വദേശി ആര്യ അന്തർജനമാണ് ഓട്ടോ വാങ്ങി നൽകുന്നത്. അഡോറ എന്ന സംഘടന വഴിയാണ് സഹായം ലഭ്യമാക്കുന്നത്. ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട വാർത്ത ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തത്. ന്യൂസ് 18 ഇംപാക്ട്. വയനാട്ടിലെ ദുരന്തബാധിതർക്കായി നാടിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സഹായ പ്രവാഹങ്ങൾ ഉണ്ടാവുകയാണ്. നമുക്കൊപ്പം അഡോറ എന്ന ഏജൻസിയുടെ ഭാരവാഹികളാണ്. താരിഖ് കടവൻ അടക്കമുള്ളവരാണുള്ളത്. ഈ വാടക വീടുകൾ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ആളുകൾക്ക്, ഇത്രയധികം ആളുകളെ താമസിപ്പിക്കാൻ. അഡോറയുടെ നേതൃത്വത്തിൽ എവിടെയൊക്കെയാണ് തരപ്പെടുത്തി ഇപ്പോൾ നൽകിയിരിക്കുന്നത്? അഡോറ ഇപ്പോൾ 2-3 വീടുകൾ ഇപ്പോൾ നിലവിൽ കൽപ്പറ്റ ടൗൺ, 1 വെങ്ങപ്പള്ളി ഉൾപ്പെടെ 3 വീടുകളും, കമ്പളക്കാട് ഇപ്പോൾ 2 വീടും. കമ്പളക്കാട് ഉദ്ദേശം പള്ളിമുക്കിലൊരു വീട് എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്, പിന്നെ ഷുക്കൂർ മണക്കടവൻ, അവൻ്റെ ഒരു വീട് ഖത്തറിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വീട് നിലവിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആ വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുടുംബമായി സംസാരിച്ചിട്ട് അവർ നാളെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ട് അവരെയും കൂടി മാറ്റി നടക്കുമ്പോൾ ഒരു 4ഓളം കുടുംബത്തെ നമുക്കിപ്പം വാടക വീട്ടിലേക്ക്, വാടക ഇല്ലാതെ ഒരു വീടിന് മാത്രമാണ് ഇപ്പം വാടക ഏറ്റിട്ടുള്ളൂ. ബാക്കിയൊക്കെ സൗജന്യമായിട്ടാണ്. ഓരോരുത്തർ ഇതേപോലെ തന്നെ ഉദാര മനസ്കർ നമ്മൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അഡോറേൻ്റെ ഭാരവാഹികൾ സംസാരിക്കുമ്പോൾ അവർ നൽകുകയാണ് ചെയ്തത് ഇതുവരെ. അപ്പോൾ അവരെയും കൂടെ നാളെ മാറ്റണം. മാറ്റുന്നതിന് പുറമെ ഈ വീടുകളെല്ലാം കോട്ടേജിലൊക്കെ ഇവർക്ക് വേണ്ട വീട്ടുപകരണങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ഒന്നും എടുക്കാൻ അല്ലെങ്കിൽ ആധാർ കാർഡ് പോലും ഇല്ലാതെ, കയ്യിലുള്ള ഡ്രസ്സ് പോലും ഇല്ലാതെ ഇറങ്ങി വന്ന ക്യാമ്പിലേക്ക് വന്നവരാണ്.
അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അഡോറ ചെയ്യാൻ വന്നിട്ട് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് അവർക്കുള്ള ഭക്ഷണ കിറ്റിൻ്റെ പുറമെ അലമാര, കട്ടിൽ, ചെമ്പ്, പാത്രങ്ങൾ എല്ലാം ഒരു അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ ഉൾപ്പെടെ, ഒരു ബെഡ്റൂമിലേക്ക് വേണ്ട സാധനങ്ങൾ ഉൾപ്പെടെ, കുട്ടികളുടെ പഠനോപകരണങ്ങൾ ഉൾപ്പെടെ എത്തിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാളെയും ഒരു കുടുംബത്തിനും കൂടെ ഇതേപോലെ തന്നെ വാങ്ങിക്കാനുള്ള കൊട്ടേഷൻ എടുത്തു. അതും നാളെ ഈ വീട് മാറുന്നതോടുകൂടി അവർക്കും കൂടെ നൽകും. അങ്ങനെയുള്ള കുടുംബത്തെ ഇനിയും ചേർത്ത് പിടിക്കാൻ തന്നെയാണ് താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ കളക്ടറേറ്റിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട നാട്ടുകാരനെ മജീദ് മാഷ് ഉൾപ്പെടെ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. അഡോറയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിരുന്നു. ആയിക്കോട്ടെ, ഞങ്ങൾ നാളെ രാവിലെ കളക്ടറേറ്റ് മീറ്റിങ്ങിന് വേണ്ടി ടൈം ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു 10-20 ഫാമിലിനെ ഇതേപോലെ വീണ്ടും ഏറ്റെടുത്ത് അവർക്കൊരു ഷെൽട്ടറാവുന്നവരെ ഏറ്റെടുക്കാൻ തന്നെ തീരുമാനം. മറ്റൊരു സന്തോഷ വാർത്ത നമുക്കുള്ളത്, നമ്മൾ നേരത്തെ വാർത്ത ചെയ്തിരുന്നു മുഹമ്മദ് അലിയുടെ കാര്യം. ഈ ചൂരൽമലയിലുള്ള മുഹമ്മദ് അലിക്ക് ഓട്ടോറിക്ഷ നഷ്ടമായി, ജീവിതമാർഗമൊക്കെ നിലച്ച ഒരു സാഹചര്യത്തിൽ നിങ്ങളൊരു ഓട്ടോറിക്ഷ വാങ്ങി നൽകാനും കൂടെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അത് അലി അലീൻ്റെ വീട്ടിലേക്ക് അവൻ്റെ ഒരു അമ്മായിൻ്റെ ഒരു വീട്, അതും പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു 400 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് അവർ കൂടിയിട്ടില്ല, അവർ വിധവയാണ്. അപ്പോൾ ആ വീട് തൽക്കാലം താമസിക്കാൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അവനെ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്യും. അവൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങൾ ഒന്നും മോശമാക്കിയില്ല. കാരണം അവനൊരു പുതിയ വീടെടുത്ത് മാറുമ്പം അവനക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫർണിച്ചർ തന്നെ, എല്ലാം ഫ്രഷ് നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒരു സ്പോൺസറെ കണ്ടെത്തി അദ്ദേഹം സ്പോൺസർഷിപ്പ് ചെയ്യും. ആ സാധനങ്ങൾ മുഴുവൻ എത്തിച്ചു കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കഴിക്കുകയാണ്. എന്തായിരുന്നു നിന്റെ ജോലി എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറാണെന്ന് പറയുന്നത്. അപ്പോഴാണ് അവനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവൻ്റെ ഓട്ടോറിക്ഷേൻ്റെ ഒരു ഗ്ലാസിൻ്റെ കഷ്ണം പോലും കിട്ടിയില്ല. വണ്ടി എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല എന്നുള്ള സങ്കടത്തോടു കൂടി ചിരിച്ചുകൊണ്ടാണ് അലി പറഞ്ഞത്. പക്ഷേ പറയുമ്പോഴും അലീൻ്റെ ഉള്ളിൽ വിങ്ങലാണെന്ന് നമുക്കറിയാം. അലിക്കൊരു വണ്ടി വാങ്ങിക്കൊടുക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു, വെറുതെ ആലോചിച്ചു. അലീനോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് അലീനോട് ഇന്ന് രാവിലെയാണ് ഞാൻ വിളിച്ചത്. അലീനോട് അലി എന്താ സ്ഥിതി, ഓട്ടോറിക്ഷൻ്റെ ഇൻഷുറൻസ് കിട്ടുമോ? അത് വന്ന് പറഞ്ഞാൽ ഇൻഷുറൻസുകാരോട് ക്ലെയിം ചെയ്തിട്ടുണ്ട്, അവർ വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ശരി, ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിൽ തന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഇനിയിപ്പം വണ്ടി ചൂരൽമല ഭാഗത്തേക്കുള്ള പെർമിറ്റ് കിട്ടുമോ, ഓടാൻ കഴിയുമോ, ഇനി ഇൻഷുറൻസ് കിട്ടിയാൽ തന്നെ വണ്ടി എനിക്ക് വാങ്ങാൻ കഴിയുമോ അറിയില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു ഇനി ടെൻഷൻ അടിക്കേണ്ട, വണ്ടി എന്തായാലും അഡോറ ഏറ്റെടുത്തിട്ടുണ്ട്, നർഗീസ് ബീക്ക് ഏറ്റെടുത്തിട്ടുണ്ട്, വണ്ടി നമുക്ക് എന്തായാലും വാങ്ങിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ സ്പോൺസറൊന്നും ആയിട്ടില്ല. പക്ഷേ സ്പോൺസർഷിപ്പിന് ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. അഡോറേൻ്റെ സമയത്തുള്ള ഒരു വീട് ഞങ്ങൾ ആരെയും കണ്ടു കഴിഞ്ഞാൽ ഒരു അർഹതപ്പെട്ടൊരു ഫാമിലിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അന്നേരം സ്പോൺസർഷിപ്പ് ഞങ്ങൾ ആരെയും വരും എന്ന പ്രതീക്ഷയാണ്. ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഈ വണ്ടി അടക്കം അങ്ങനെയാണ്. കാരണം ഞങ്ങൾ ഈ ദോസ്ത് പോലത്തെ ഒരു വണ്ടി ഞങ്ങൾക്ക് വാങ്ങിത്തന്നത് ഷാഹി ഗ്രൂപ്പിൻ്റെ അഷ്റഫിക്കാണ്. ഞങ്ങൾ ഇതേപോലെ ഒരു പോസ്റ്റ് ഇട്ടാണ്. കാരണം ഞങ്ങളെ ഈ സാധനങ്ങൾ സൗജന്യ വസ്തുക്കളുടെ ഡ്രസ്സ് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ കട്ടിൽ, അലമാര, പാപ്പടർക്ക് ആരെങ്കിലുമൊക്കെ ഉപയോഗശൂന്യമായ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അടക്കം ചിലപ്പോൾ സ്പോൺസർ ചെയ്യും. അത് അർഹതപ്പെട്ട ഏതെങ്കിലും ഫാമിലിക്ക് എത്തിക്കൊടുക്കാനൊക്കെ വണ്ടി വാടക എടുക്കുന്നതിന് പകരം ഒരു വണ്ടി തൽക്കാലം വാടക ഇല്ലാണ്ട് വരുമോ എന്ന് ചോദിച്ച് പോസ്റ്റ് ഇടും ഞങ്ങൾ നർഗീസ് ബീഗം ഡയറക്ടർ. അത് കണ്ടിട്ടാണ് അഷ്റഫ് ഖാ നിങ്ങൾ ഇനി ആരെയും സ്പോൺസർഷിപ്പ് ചോദിക്കുക, വണ്ടി ഫ്രീ ആയി കിട്ടുമെന്ന് ചോദിക്കേണ്ട, ഒരു വണ്ടി ഞാൻ വാങ്ങിത്തരാനാണ്. കഴിഞ്ഞ മാസമാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഈ വണ്ടി വാങ്ങിത്തത്. അതേപോലെ ആരെങ്കിലും വരും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷ. പക്ഷേ ഞങ്ങളൊക്കെ സത്യത്തിൽ അക്ഷരത്തിൽ ഒരു ഇതാക്കിക്കൊണ്ട് ഇപ്പോൾ കുറഞ്ഞ ഒരു 12 മണിക്കാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അഡോറയുടെ ട്രഷറും ഞങ്ങൾക്ക് സൗജന്യ ഫിസിയോതെറാപ്പി സെൻ്റർ തുടങ്ങാൻ വേണ്ടി 2 ഏക്കർ വാങ്ങിത്തന്നതുമായ അദ്ദേഹത്തിൻ്റെ അമ്മ ആര്യ അന്തർജൻ്റെ പേരിൽ സതീശൻ പന്താവൂരാണ് വണ്ടി ഇനി സ്പോൺസർ തപ്പണ്ട, അമ്മേൻ്റെ പേരിൽ ഞാൻ വണ്ടി വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം 12:10 എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ അലീനോട് ഞാൻ അപ്പോൾ സ്പോട്ടിൽ ആ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ അലീനെ വിളിച്ചു. അലി വണ്ടീനെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട, കൊട്ടേഷൻ വാങ്ങാം, വണ്ടി നമുക്ക് ഈ ആഴ്ച തന്നെ നമുക്ക് വാങ്ങിക്കളയാമെന്ന് അലീനോട് ആ സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തന്നെ വണ്ടി വാങ്ങും, ഷുവർ. തീർച്ചയായും അതാണ് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ദുരിതമനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനായി സുമനസ്സുകൾ എല്ലാ ഇടത്തു നിന്നും ഒഴുകിയെത്തുന്ന കാഴ്ച. അലിക്കിനി ഒരാഴ്ചക്കുള്ളിൽ ഈ കൊട്ടേഷനും മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയാൽ വാഹനവുമായി വീണ്ടും ചൂരൽമലയ്ക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ചൂരൽമല ഉരുൾപൊട്ടലിന്റെ ഭീകരത ഇപ്പോഴും ശ്വാസമടക്കി പിടിച്ച് സുദർശനും അമ്മയ്ക്കും ഓർത്തെടുക്കാനാകും. സുദർശനും അമ്മ ഭവാനിയും വീടിന്റെ ടെറസിൽ കയറി നിന്നതിനാലാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. വീടിനകത്ത് ചെളിയും വെള്ളവും നിറഞ്ഞപ്പോൾ പരിസരങ്ങൾ കല്ലുകളും മരങ്ങളും വന്നടിയുകയായിരുന്നുവെന്ന് സുദർശൻ പറയുന്നു. ജൂലൈ 30 പുലർച്ചെ 1:30 മലമുകളിൽ നിന്ന് വൻ ശബ്ദം കേട്ടാണ് സുദർശനും അമ്മ ഭവാനിയും ഞെട്ടിയെഴുന്നേറ്റത്. മണ്ണും വെള്ളവും കുത്തിയൊഴുകി വീടിനുള്ളിലേക്ക് കയറി. രോഗിയായ അമ്മയെയും ചുമന്ന് സുദർശൻ വീടിൻ്റെ ടെറസിൽ കയറി.
അയൽപ്പക്കങ്ങളിൽ നിന്നൊക്കെ കൂട്ടക്കരച്ചിലുയർന്നതായി സുദർശൻ ഓർക്കുന്നു. ഏണി ചാരിക്കൊടുത്തും സാരി കൊണ്ട് വടമുണ്ടാക്കിയും അയൽപ്പക്കത്തെ 25ഓളം പേരെയും ടെറസിലെത്തിച്ചു. ഇതിനിടെ വൻ ശബ്ദത്തോടെ കല്ലും മണ്ണും മരങ്ങളും ഒഴുകിയെത്തി. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ. ശ്വാസമടക്കിപ്പിടിച്ച് രാവിലെ 6 മണിവരെ ടെറസിൽ കഴിച്ചുകൂട്ടി. അപ്പോഴേക്കും രക്ഷാപ്രവർത്തകരെത്തി. ഞാൻ 10:30 അമ്മേനോട് പറഞ്ഞ് കിടന്നു. അമ്മ ഒരു 8-8:30 മരുന്ന് കഴിച്ച് കിടക്കുന്ന ആളാണ്. അമ്മ കിടന്നു. ഞാനിവിടെ ഈ റൂമിൽ TV കണ്ട് കിടക്കുകയായിരുന്നു. ഒരു 10:30 കയറി കിടന്നു. 1 മണിയായി കാണും തോന്നുന്നു. സമയമൊന്നും അറിയില്ല. ഞാൻ കിടന്ന് മേശപ്പുറത്ത് എൻ്റെ കാര്യങ്ങൾ, സ്വർണ്ണവും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ അയച്ചു വെച്ചിട്ട് കിടന്നതാണ്. കിടന്നൊരു 1 മണിയായി കാണും. 1 മണിക്ക് എണീറ്റ് പെട്ടെന്ന് സൗണ്ട്, ഭയങ്കര മുഴക്കവും എന്തൊക്കെയോ സൗണ്ട് കേട്ടു. പെട്ടെന്ന് എണീറ്റ് കട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം മുട്ടിൻ്റെ ആ ലെവലിന് ചളി, മണ്ണ് എല്ലാം വന്നടിഞ്ഞിരുന്നു. ഓടി വന്ന് അമ്മേൻ്റെ റൂമിലോട്ട് വന്നു. അമ്മ എണീക്കെന്ന് പറയുമ്പോഴേക്കും ഏകദേശം അരേൻ്റെ മുകളിലോട്ട് വെള്ളവും ചളിയുമാണ്. എല്ലാം കട്ടിലും മലമാരയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് കിടക്കുന്നത്. പോകാൻ മാർഗ്ഗമില്ല, ലൈറ്റില്ല. അപ്പം തന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞു, നമ്മളിവിടെ തന്നെ നമ്മളെ ലൈഫ് പോയി കഴിഞ്ഞമ്മേ, നമ്മൾ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെ ഞാൻ അമ്മേനെ എടുത്ത് തോളിൽ കയറ്റി മുകളിലോട്ട് എത്തിച്ചു, വീടിൻ്റെ മണ്ടയിൽ എത്തിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് അത് സേഫാന്ന് വെച്ചിട്ട് ഞാൻ ഡ്രസ്സെല്ലാം, അമ്മയ്ക്കൊരു ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ടീഷർട്ടൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ സേഫായി. ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു 3 മണിയോ എന്താ അറിയില്ല, സമയമൊന്നുമല്ല. അപ്പോഴേക്കും ആ ഫസ്റ്റ് പൊട്ട് തന്നെ ജനങ്ങളൊക്കെ മേലെ കൂടെ വന്ന് ടോർച്ചൊക്കെ അടിച്ച് നോക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ എന്താണെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഇതിലെ വെള്ളം ഒലിച്ചു പോകുന്നു. ആ സമയത്ത് ഫസ്റ്റത്തെ ഇതിൽ ഫ്രണ്ടിൽ ഫുള്ള് മരങ്ങളാണ്. ഇതിൻ്റെ മുകളിൽ മരങ്ങളാണ്. എൻ്റെ ജീപ്പ് അവിടെ നിർത്തിയിട്ടുണ്ടായത്. മുകളിൽ നിന്ന് ഞാൻ ഇതെല്ലാം നോക്കുമ്പോൾ ജീപ്പൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ വെച്ച് ജീപ്പെല്ലാം പോയിട്ടുണ്ട്, കാണുന്നില്ല. രണ്ടാമത്തെ പൊട്ട് വരുമ്പോൾ ഇങ്ങനെ ലൈവായിട്ട് ഇവിടുന്ന് മേലെ ഇങ്ങനെ വലിയ വലിയ പാറയും മരങ്ങളും എല്ലാം കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മേനോട് പറഞ്ഞു, ഇനി നമുക്ക് ജീവിതമല്ല, നമ്മൾ തീർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യത്തിന് ആ വീടെല്ലാം ലൈവായിട്ട് എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. കല്ലുകളും എല്ലാം ഗതി മാറിയതുകൊണ്ട് ഈ വീട് ഇങ്ങനെ ഇത്രയും നിന്നു. റാണിമല എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്നു സുദർശൻ. പിന്നീട് 6 വർഷത്തോളം പ്രവാസ ജീവിതം. 1/2 ഏക്കർ സ്ഥലവും വീടും ജീവിതോപാധിയായ ജീപ്പും ഉരുളെടുത്തു. ജീവിതമാർഗവും കുടിയിരിപ്പും ഉരുളെടുത്തപ്പോൾ ദാനം പോലെ ലഭിച്ച ജീവിതം. സുദർശനെ പോലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയുള്ളൂ. ഇനി അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇവരെ പോലുള്ളവർക്ക് വ്യക്തതയില്ല. ചൂരൽമലയിൽ നിന്ന് ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. ഉരുൾ തകർത്തെറിഞ്ഞ മണ്ണിലേക്ക് ഉറ്റവരെ തേടി ഷഹാനയും ഫസലും എത്തിയത് കണ്ട് നിന്നവരെ ആകെ കണ്ണീരിലാഴ്ത്തി. ഈ നാട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നും പാവങ്ങളെ എന്തിനാണ് ഉരുളെടുത്തതെന്നും ചോദിച്ച് വിങ്ങിപ്പൊട്ടുകയായിരുന്നു ഷഹാന. ചൂരൽമലയെയും മുണ്ടക്കയെയും തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തം പിന്നിട്ട് 13 ദിവസം കഴിയുമ്പോഴും ദൈന്യം നിറയുന്ന കാഴ്ചകൾക്ക് ഇപ്പോഴും പഞ്ഞമില്ല ഇവിടെ. എനിക്ക് പിന്നിൽ കാണുന്നത് ഗീത എന്നൊരു വീട്ടമ്മയാണ്. അവരുടെ സഹോദരൻ, ചേട്ടൻ, ആ കുടുംബത്തിലെ 3 പേർ ആ വീട് പോലും ശേഷിക്കാതെ മുഴുവനായി അടിയിലായിപ്പോയി. അതിലൊരാളുടെ മൃതദേഹം മാത്രമാണ് കണ്ടെടുത്തിരിക്കുന്നത്. ഇപ്പോഴും 2 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദൂരെ നിന്ന് വിതുമ്പിക്കൊണ്ട് അവർ ആ കാഴ്ചകൾ കാണുകയാണ്. ഇങ്ങനെ വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കില്ല. അത്രയും മനോഹരമായ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലം അടിവാരം വരെ തോണ്ടിപ്പോയിരിക്കുകയാണ് ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ. 6 വീടുകൾ ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ ശേഷിക്കുന്ന കാഴ്ചകൾ ഇങ്ങനെയാണ്. ആ തൊട്ട് സമീപത്തായി ഒരു വീടിൻ്റെ മുകളിൽ ഉണങ്ങാനായി വിരിച്ചിട്ട ബെഡ്ഷീറ്റുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഇനി അത് എടുത്തു മാറ്റാൻ അവിടെ ആരുമില്ല. ഇങ്ങനെ ഒരുപാട് വേദനപ്പെടുത്തുന്ന കാഴ്ചകളുണ്ട് മുണ്ടക്കൈ മേഖലയിൽ മാത്രം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ ഒരു കുടുംബത്തിലെ 5 പേരെയാണ് ഉരുൾ കവർന്നത്. 2 പേരെ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും 3 പേരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായി ഒരുപാട് പ്രതീക്ഷയോടെ, വളരെ സ്നേഹത്തോടെ, അയൽവാസികൾ തമ്മിൽ വളരെ ഐക്യത്തോടെ കഴിഞ്ഞിരുന്ന ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നഷ്ടം ഈ നാടിൻ്റെ മുഴുവൻ നൊമ്പരമായി മാറുന്നതും. എനിക്ക് പിന്നിലുള്ള ഈ വീട്ടിൽ ഒരു ഉമ്മയും ഉപ്പയും മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. അവരെ ഈ ഉരുൾപൊട്ടുന്ന കാര്യമറിഞ്ഞ് വളരെ സാഹസികമായി ഈ വീട്ടിൽ നിന്ന് ഉടൻ രക്ഷപ്പെടുത്തിയെടുക്കുകയായിരുന്നു. ഈ വീട്ടിലേക്ക് ആദ്യമായി ഈ ദുരന്തമുണ്ടായതിനു ശേഷം വീട്ടിലേക്ക് എത്തിയ ഈ കുടുംബത്തിലെ മകൾ, അവളെ വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്നത് കോഴിക്കോടാണ്. വിതുമ്പിക്കൊണ്ടാണ് ഇവിടേക്ക് അലറിക്കറിഞ്ഞുകൊണ്ടാണ് കയറി വന്നത്. അവരാരും നമ്മളോട് പ്രതികരിക്കാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിലുമല്ല. ആ മാതാപിതാക്കൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എങ്ങനെ എന്ത് പറഞ്ഞവരെ ആശ്വസിപ്പിക്കണമെന്ന കാര്യത്തിൽ ആ കുടുംബാംഗങ്ങൾക്ക് ഒന്നും
യാതൊരു തരത്തിലുള്ള ധാരണയുമില്ല. ഈ ഒരു പ്രദേശത്ത് മാത്രം 35 പേരെയാണ് ഉരുൾ കവർന്നുകൊണ്ട് പോയിരിക്കുന്നത് എന്നാണ് പ്രദേശവാസികളൊക്കെ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിൽ ഈ വീട്ടിനകത്തേക്ക് കുടുംബാംഗങ്ങൾ കാണുന്നതാണ് ഈ കുടുംബത്തിലെ മകൾ. അവൾ ഒരാഴ്ച മുമ്പ്, ഈ ദുരന്തമുണ്ടാകുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ വീട്ടിൽ വന്ന് ഇവിടെ നിന്ന് പോയതാണ്. കോഴിക്കോട്ടേക്ക് വിവാഹം കഴിച്ച് പോയതാണ്. അതിനുശേഷം തിരികെ ആദ്യമായി സ്വന്തം വീട്ടിലേക്ക് എത്തുമ്പോൾ വീടിന് മുൻപിലെ കാഴ്ചകൾ ഇതാണ്. അത് ഉൾക്കൊള്ളാൻ ആയിട്ടില്ല. ഇത്രയധികം ആളുകളെ ഒരുമിച്ച് നഷ്ടപ്പെട്ടതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും അവർക്കാർക്കും പുറത്ത് കിടക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇവിടെ എത്ര വീടായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത്? ഈ ഭാഗത്ത് ഏകദേശം ഒരു 9 പേരുണ്ടാവും, 10 പേരുണ്ടാവും അല്ലേ? 10 പേരുണ്ട്. ഇതിൽ ഈ കുടുംബത്തിലെ ബന്ധുക്കൾ ഉപ്പാന്റെ അനിയന്റെ വീട്, അത് എന്റെ ഉപ്പാന്റെ അനിയന്റെ വീട്, അത് ഉപ്പാന്റെ മോളാണത്. അറിയാം, ഞങ്ങൾ കണ്ടിരുന്നു. ഞാൻ അവൾ വൈകാരികമായ ഒരു പ്രയാസത്തിന്റെ ഘട്ടത്തിലായതിനാലാണ് അവളോട് ഞങ്ങൾ ഒരു കാര്യവും അതിനെപ്പറ്റി സംസാരിക്കാത്തത്. ആ ഒരു വലിയ വേദന തന്നെയാണ് ഈ പ്രദേശവാസികളൊക്കെ പങ്കുവെക്കുന്നത്. അത് വാക്കുകൾക്ക് അതീതമാണ്. നമുക്കാർക്കും അത് വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു ജന്മത്തിന്റെ സ്വപ്നമായി പടുത്തുയർത്തിയ വീട്, വിയർപ്പൊഴുക്കി അധ്വാനിച്ച അധ്വാന ഫലങ്ങൾ, അത് മുഴുവൻ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഒരു പ്രകൃതിയുടെ വിളയാട്ടത്തിൽ മുഴുവൻ ഒലിച്ച് ഒരു നാടൊന്നാകെ മണ്ണിലടിയിലായപ്പോൾ ആ വേദന എങ്ങനെ ഉൾക്കൊള്ളാനാകുമെന്ന് അവർക്കറിയില്ല. എന്നോട് വിതുമ്പിക്കൊണ്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ആളുടെ ഭാര്യ, അതായത് ഈ ഞങ്ങൾ നിൽക്കുന്ന വീട്ടിലെ ആ മകൾ, അവൾ പറഞ്ഞത് ഈ നാട്ടിൽ മുഴുവൻ ആളുകളും ഞങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെയായിരുന്നു. ജാതിയും മതത്തിൻ്റെ ഒരു വേർതിരിവില്ലായിരുന്നു. ഒറ്റ വീട്ടിലെ അംഗങ്ങളെ പോലെയായിരുന്നു എല്ലാവരും കരുതിയിരുന്നതും സ്നേഹിച്ചിരുന്നതും. ഒരുപാട് പ്രതീക്ഷകളോടെ കഴിഞ്ഞിരുന്ന ഏതാണ്ട് 650-ലേറെ കുടുംബങ്ങൾ ഈ 3 മേഖലകളിലായിട്ടുണ്ട്. അവരുടെ പുനരധിവാസം ഉറപ്പാക്കുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയായി സർക്കാരിന് മുമ്പിൽ മാറുമ്പോഴും നഷ്ടപ്പെട്ടവരെ, ഉറ്റവരെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, അത് ആ ആഘാതത്തിൽ നിന്ന് എങ്ങനെ മുക്തരാക്കാൻ കഴിയും എന്ന് അറിയാതെ ഇപ്പോഴും വിതുമ്പുകയാണ്, തേങ്ങുകയാണ് ഒരു നാട് മുഴുവൻ. ക്യാമറമാൻ പ്രജിത് കൊങ്ങോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ കാണാതായവർക്കായി തെരച്ചിൽ പുരോഗമിക്കുന്നത് 83-ലേറെ മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ്. മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ചതുപ്പുനിലങ്ങളിൽ വലിയ പാറകഷ്ണങ്ങൾ നീക്കുന്നതും മണ്ണ് മാറ്റി കാണാതായവർക്കായി തെരച്ചിൽ നടത്തുന്നതും പൂർണ്ണമായും ഈ യന്ത്രങ്ങളെ ആശ്രയിച്ചാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ക്രഷർ ഓണേഴ്സ് അസോസിയേഷനാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വന്തം ചെലവിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തമുഖത്ത് രക്ഷാദൌത്യത്തിന് വേഗം പകരാൻ 83 ഹിറ്റാച്ചികൾ എത്തിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ അപകടമുണ്ടായ അല്ലെങ്കിൽ ദുരന്തമുണ്ടായ ദിവസം മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ വാടകയ്ക്കാണ് ഈ സംവിധാനങ്ങൾ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത് ക്രഷർ ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ 83 ഹിറ്റാച്ചികളും ഈ സംഭവ സ്ഥലത്ത് സെന്റിനൽ റോക്സിന് സമീപത്തും ബെയിലി പാലത്തിന് സമീപത്തും മുണ്ടക്കൈയിലും ചൂരൽമലയിലും അടക്കം എത്തിച്ച ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ക്രഷർ ഓണേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയായ ശ്രീ അബ്ദുള്ള എന്നോടൊപ്പം ചേരുന്നു. ഈ 30-ാം തീയതി പുലർച്ചെ മുതൽ ഇവിടേക്ക് ഈ ഹിറ്റാച്ചികൾ എത്തി തുടങ്ങിയതാണ്. ആകെ എത്ര ഹിറ്റാച്ചികളാണ്? എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്? ഞങ്ങള് കളക്ടറും ജിയോളജിസ്റ്റും വിളിച്ച പ്രകാരമാണ് ഞങ്ങൾ ഈ വണ്ടികൾ വന്ന് കയറ്റി വരുന്നത്. 31-ാം തീയതി ആണല്ലേ നമ്മളന്ന് 31-ാം തീയതി വന്നത്. അതിന് ശേഷം ഇവിടെ വന്നു. നമ്മളെ റിസ്ക് തന്നെയാണ് വണ്ടികൾ അന്ന് ഇവിടെ കൊണ്ടുവന്നത്. ഡീസലും കാര്യങ്ങളും ലോറികളും ഒക്കെ ഏർപ്പാടാക്കി ഇവിടെ കൊണ്ടുവന്നു. ഇതിന്റെ ചെലവ് എങ്ങനെയാണ്? ഈ ഹിറ്റ് പറഞ്ഞാൽ ഒരു വണ്ടി ഇവിടെ വന്ന് ഡീസലും കാര്യങ്ങളും എല്ലാം കൂടി തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു 80 ലക്ഷം രൂപയോളം ഒരു ഹിറ്റാച്ചിക്ക് ചെലവ് വരും. അങ്ങനെ 83 ഹിറ്റാച്ചികൾ വരും. അതായത് 83 1 കോടി രൂപയ്ക്ക് അടുത്ത് ഇതിന്റെ തന്നെ ചെലവ് വരും. മലപ്പുറം ജില്ലയിൽ തന്നെ 35 ഹിറ്റാച്ചികളുണ്ട്. മലപ്പുറം ജില്ലയിൽ. ഇതിന് ഈ സർക്കാർ ഇതിന് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഒരു സഹായമാണ് ചെയ്യുന്നത്? ഇതിന്റെ ഇന്ധനത്തിനാണോ അതോ? അല്ല, ഇന്ധനത്തിന് ഇവിടെ വന്നിട്ടുള്ളതിന് ശേഷമുള്ള ഇന്ധനം സർക്കാർ തരുന്നുണ്ട്. അല്ലാതെ നമ്മൾ അവിടുന്ന് ടാങ്ക് ഫുള്ളാക്കിയിട്ടാണ് വണ്ടി ഇവിടെ കൊണ്ടുപോകുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്? മലപ്പുറം, കോഴിക്കോട് തന്നെയാണ്. ഞങ്ങളൊക്കെ മലപ്പുറം, കോഴിക്കോടൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ തുടർന്നുകൊണ്ടാണോ ഇതിന്റെ ഈ അതെ, ഞങ്ങൾ ക്രഷർ അസോസിയേഷന്റെ ഓരോ ദിവസം 4 ആളുകൾ വെച്ചിട്ട് ഞങ്ങളാണ് ഇതിന്റെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇന്ന് വരെ ഇങ്ങനെ തുടരണമെന്നാണ് നിങ്ങൾ പറഞ്ഞില്ല. വണ്ടി തിരിച്ചു കൊണ്ടുപോകാനായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതായത് എന്ന് വരെ രക്ഷാദൌത്യം തുടരും അന്ന് വരെ ഈ
അന്ന് വരെയും ഇവിടെ തുടർന്നു പോകും. എന്തായാലും ഈ 83 ഹിറ്റാച്ചികളിൽ ഈ അപകടമുണ്ടായ 8 കിലോമീറ്റർ മേഖലകളിൽ സ്വാഭാവികമായി എനിക്ക് പിന്നിൽ ഇപ്പോഴും ആ മണ്ണ് നീക്കി അവിടങ്ങളിൽ മാർക്ക് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നത് ഈ വലിയ ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം ഈ അപകടമുണ്ടായ സ്ഥലത്ത്, ഈ ദുരന്തം ഉണ്ടായിരിക്കുന്ന സ്ഥലത്ത് മനുഷ്യർക്കങ്ങ് നേരിട്ട് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല. കാരണം വലിയ ചതുപ്പാണ്, 3 ആൾ താഴ്ചയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. മുകളിൽ നോക്കിയാൽ മണ്ണാണെന്ന് തോന്നുന്നു, പക്ഷേ കാല് പതിച്ചാൽ നേരെ മണ്ണിൽ കൂപ്പുകുത്തുന്ന സാഹചര്യമായിരിക്കും. അത്തരത്തിലുള്ള മേഖലകളിലേക്ക് ഈ ഹിറ്റാച്ചികളിൽ എത്തി മണ്ണ് നീക്കം ചെയ്താണ് അവിടെ ഈ ദുഷ്കരമായ പരിശോധനകൾ തുടരുന്നത്. അതിനാണ് ഇത്തരത്തിൽ ക്രഷർ ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഈ ദുരന്തമുഖത്തേക്ക് ഈ ഹിറ്റാച്ചികളുമായി അവർ എത്തുന്നത്. സ്വാഭാവികമായി അനുകരണീയമായ ഒരു മാതൃക. ഈ ദുരന്തമുഖത്തേക്ക് ഈ വലിയ ഭാരിച്ച ചിലവ് അത് സ്വന്തം കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഈ ഹിറ്റാച്ചികൾ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി സജീവമായി ഇപ്പോഴും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട കുട്ടികളെ കൈപിടിച്ചുയർത്താൻ ഡോക്ടർ കഫീൽ ഖാൻ വയനാട്ടിൽ. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ നേരിൽ കണ്ട് അവരുടെ ദുഃഖത്തിനൊപ്പം ചേരാനാണ് എത്തിയതെന്ന് കഫീൽ ഖാൻ ന്യൂസ് 18 പറഞ്ഞു. ഉറ്റവരെ നഷ്ടപ്പെട്ടതിന്റെ വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാനസിക കരുത്ത് പകരേണ്ടത് അനിവാര്യമാണെന്നും കഫീൽ ഖാൻ പ്രതികരിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് വേദനയുടെ തീരാനൊമ്പരത്തിൽ കഴിയുന്ന കുട്ടികളെ ആശ്വസിപ്പിക്കുന്നതിനും അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതിനുമായി ഉത്തർപ്രദേശിലെ ഖൊരഗ്പൂരിൽ നിന്ന് ഡോക്ടർ ഖഫീൽ ഖാൻ കൂടി വയനാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം മന്ത്രിതല ഉപസമിതിയുമായി ചർച്ച നടത്തി. അതിനുശേഷം ജില്ലാ കളക്ടറെയും നേരിൽ കാണാനായിട്ടാണ് കളക്ടറേറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. Whether you visited the place or no, I'm on the way. I'm going to meet district collectorate. I'll take up permission and then I'll move because. What is the purpose of your visit here? See, I know the government is doing good work, and I just met Honorable Minister Mohammad Riaz, and he was saying that almost rescue operation is over and the rehabilitation is going on. There is still 500 people, more than 500 people in the camps, and almost 12 days is over. So missing those people or who are missing, the chances are very less that we can find out. But those who are alive, and especially the children's. For us as a medical doctor, we know that after any tragic event, sudden tragic event, the children can go into post-traumatic stress disorder. So mental, ill health is also one of the important aspects. I know the government, Kerala has a good health infrastructure and they take care of the communicable disease and chronic illnesses. I am here to be with them, especially at this time of grief and suffering. I want to be with them. തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം ബി രാജേഷ് 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. മന്ത്രിയുടെ ഓഫീസിലെ എല്ലാ ജീവനക്കാരും 10 ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും. മറ്റു വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ശിരൂരിലെ ഗംഗാവലി പുഴയിൽ നാവികസേനയുടെ പരിശോധന. പുഴയുടെ ഒഴുക്കടക്കമുള്ളവയാണ് പരിശോധിച്ചത്. തെരച്ചിൽ പുനരാരംഭിച്ചില്ലെങ്കിൽ നാളെ അർജുന്റെ കുടുംബം ശിരൂരിലേക്ക് പോകും. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, പ്രധാന വിഷയം അത് തന്നെ, ഗംഗാവലി പുഴയിൽ ഒഴുക്ക് കൂടുതലാണെന്നും അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഒരു പ്രതിസന്ധി ഉണ്ടെന്നും DK ശിവകുമാർ പറഞ്ഞിട്ട് മണിക്കൂറുകളാകുന്നേ ഉള്ളൂ. അപ്പോഴും കർണാടകം വ്യക്തമാക്കിയത് ഈ തെരച്ചിൽ അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ്. നാവികസേന നടത്തിയ പരിശോധനയിൽ അതേത് തരത്തിലാണ് നിഗമനങ്ങൾ വന്നിരിക്കുന്നത്? അപർണ, തീർച്ചയായും അർജുനായുള്ള തെരച്ചിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുനരാരംഭിക്കുന്ന എന്ന സൂചന തന്നെയാണ് നമുക്ക് ശിരൂരിൽ നിന്നും ലഭിക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് നാവികസേനാംഗങ്ങൾ ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയത്. അതായത് പ്രധാനമായും ഈ പുഴയുടെ അടിയൊഴുക്ക്, ഗംഗാവലി പുഴയുടെ അടിയൊഴുക്കാണ് അവർ പരിശോധിച്ചത്. എന്തായാലും ഇപ്പോൾ അനുകൂല സാഹചര്യമാണ് ഈ തെരച്ചിലിനെന്ന ഒരു വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. നാവികസേന ഔദ്യോഗികമായി അത് വ്യക്തമാക്കിയില്ലെങ്കിലും അത്തരത്തിൽ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും നാളെ തിരച്ചിൽ ആരംഭിച്ചേക്കാം എന്ന ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിനിടയിൽ തന്നെ ജിതിൻ ഇത്തരത്തിൽ കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത് തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കണം, അതല്ലെങ്കിൽ അർജുന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ശിരൂരിലെത്തി പ്രതിഷേധിക്കും എന്ന ഉൾപ്പെടെ അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം വളരെ അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാലാവസ്ഥ അത്തരത്തിൽ വലിയ മഴയൊന്നും കഴിഞ്ഞ ഒരാഴ്ചയില്ല. പുഴയിലെ നീരൊഴുക്കൊക്കെ കുറഞ്ഞൊരു സാഹചര്യമാണ്. ഏതെങ്കിലും തരത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ വരുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തോതിൽ പ്രദേശിക്ക് മേൽ മങ്ങലേൽപ്പിക്കുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ അവസരം ആ കാലാവസ്ഥ അനുകൂലമായ
ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ തിരച്ചിൽ എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലേക്കാണ് കർണാടകയും നീങ്ങുന്നതെന്ന സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ നാവികസേനയുടെ കാർവാറിൽ നിന്ന് യൂണിറ്റ് എത്തിയാണ് പരിശോധന നടത്തിയത്. പുഴയുടെ ഒഴുക്കും അതുപോലെ തന്നെ അടിയൊഴുക്കും ഒപ്പം ഈ പുഴയുടെ നിലവിലെ ഒരു സാഹചര്യം അവർ വിലയിരുത്തി. എന്തായാലും അവരുടെ റിപ്പോർട്ട് അനുകൂലമെന്നാണ് നമുക്ക് ലഭിക്കുന്ന അനൌദ്യോഗികമായ വിവരം. ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഇനി വരാനുള്ളതേ ഉള്ളൂ. എന്തായാലും ഞാൻ വരാം. കെ വി ബൈജു, അർജുന്റെ ബന്ധു ജിതിൻ നമുക്കൊപ്പം ശരിയാണ്. ജിതിൻ, ഏതായാലും തെരച്ചിൽ അവസാനിപ്പിക്കുകയില്ല എന്ന് കർണാടക സർക്കാർ പറഞ്ഞു എന്ന് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ വരെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അപ്പോൾ തെരച്ചിൽ തുടരും എന്നുള്ള ഒരു ഉറപ്പ് അവിടെ ഉണ്ട്. ഇനി ദൗത്യം പുനരാരംഭിച്ചില്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകും എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എങ്ങനെയാണ് പരിശോധിക്കുന്നത് ഇപ്പോൾ? തീർച്ചയായിട്ടും ദൗത്യം തുടങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഞങ്ങൾ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷ ഇതുവരെ കൈവിടുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് കരുതുന്നു. എന്തായാലും നാളെ ഞങ്ങൾ അവിടെ എത്തുന്നുണ്ട്. ഇന്നിപ്പോ റെയിൽവേ സ്റ്റേഷനാണുള്ളത്. നാളെ ആകുമ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കളക്ടറെല്ലാം കാണും, പറ്റുമെങ്കിൽ MLA-യും കാണും. ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറയും. ജിതിൻ, എന്തായാലും നിങ്ങൾ ഷിരൂരിലേക്ക് പോകാൻ തീരുമാനിച്ചു അല്ലെ? അർജുന്റെ കുടുംബം എന്തായാലും ഷിരൂരിലെത്തും. എത്തും. അതായത് നാളെ ഒന്നും ഇനി ഒരു തിരച്ചിൽ പുനരാരംഭിച്ചിട്ടില്ലെങ്കിൽ കുടുംബം തീർച്ചയായിട്ടും എല്ലാവരും വരും തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ആരൊക്കെയാണ് ഷിരൂരിലേക്ക് പോകുന്നത്? അതായത് തിരച്ചിൽ നാളെ മുതൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ, നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ട് തിരച്ചിൽ ഇനി പുനരാരംഭിച്ചില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ കുടുംബം എല്ലാവരും, അർജുന്റെ ഭാര്യ ഉണ്ടാവും, അച്ഛൻ, അമ്മ, മകൻ, സഹോദരങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ ജിതിൻ എവിടെയുള്ളത്? ഇപ്പോൾ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങോട്ട് പോകാൻ. അതായത് ഇപ്പോൾ ജിതിൻ മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്, തെരച്ചിൽ ഇല്ലെങ്കിൽ മാത്രമാണ് മറ്റെല്ലാവരും വരിക അല്ലെ? അതെ, ഇപ്പൊ ഞാനും അർജുന്റെ അനിയനുണ്ട്, പിന്നെ വേറൊരു കസിൻ ഉണ്ടാവും, പിന്നെ മനാഫ് ഓൾറെഡി അവിടെ ഉണ്ട്, വണ്ടി ഓണർ. ജിതിൻ, ഈ തെരച്ചിൽ പുനരാരംഭിച്ചില്ലെങ്കിൽ അർജുന്റെ ഭാര്യ അടക്കം പ്രതിഷേധിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു. ആ ഒരു നീക്കത്തിലേക്ക് കൂടിയാണോ? അങ്ങനെ ഒരു പ്രതിഷേധം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ? അതെ, ഞങ്ങളെ പ്രതിഷേധം ഞങ്ങൾ കളക്ടറെ അറിയിക്കും. കളക്ടർ ആയാലും MLA ആയാലും ഞങ്ങൾ അവിടുത്തെ ഭരണകൂടത്തെ ഞങ്ങൾ അറിയിക്കും. ഈ കർണാടകം ഇപ്പോൾ ഇന്ന് രാവിലെ കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ പറഞ്ഞത് ഗംഗാവലിപ്പുഴയിൽ അടിയൊഴുക്കുണ്ട്, അതുകൊണ്ട് പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ഈ മണിക്കൂറായപ്പോഴേക്കും നാവികസേന വരുന്നു, പരിശോധന നടത്തുന്നു, അടിയൊഴുക്ക് കുറഞ്ഞു എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്. കർണാടക സർക്കാരിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് കുറച്ചു മുമ്പ് നമ്മുടെ മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? നിങ്ങൾ കർണാടക സർക്കാരിനെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, DK ശിവകുമാർ സാർ പറഞ്ഞത് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ആയിരിക്കാം. കാരണം ഇപ്പോഴൊക്കെ തന്നെ അടിയൊഴുക്ക് കുറഞ്ഞെന്ന് പിന്നെ ആ റിസൾട്ട് മാറ്റി പറഞ്ഞല്ലോ. ചെക്ക് ചെയ്തപ്പം എല്ലാം ഒഴുക്കും നമുക്ക് അനുകൂലമാണെന്ന് തെളിഞ്ഞല്ലോ. അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചതാകാം. ഞങ്ങൾ ഇന്നലെ തന്നെ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. ഇന്നലെ ഏറ്റവും കൂടുതൽ ഒഴുക്ക് കുറവുള്ളതും ജലനിരപ്പ് കുറവും ഇന്നലെ മുതലേ ആ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ കൂടി കൂട്ടിയിട്ട് 4 ദിവസമായിട്ട് മഴ പോലും ഇല്ല. ഇത്രയും നല്ലൊരു ഗോൾഡൻ ചാൻസ് ഇല്ല. ജിതിൻ, പലതവണ ഇപ്പോൾ ഈ തെരച്ചിലിന് പല ഘട്ടങ്ങളിൽ ഉയർന്ന പല വിമർശനങ്ങളുണ്ട്. അത് ഒരുപക്ഷെ കർണാടക സർക്കാരിനെതിരെ അല്ലെങ്കിൽ സൈന്യത്തിന് ഇനിഷ്യേറ്റീവിനെതിരെ അതൊന്നും നമുക്ക് ഇപ്പോൾ എടുക്കണ്ട. എങ്കിൽ പോലും ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾ അത് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് നടപ്പാക്കും, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങൾക്കിപ്പം അവിടുത്തെ ഗവൺമെന്റിനെ വിശ്വസിച്ചേ പറ്റുള്ളൂ. അവിടുന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാട് ഉണ്ടായേ മതിയാവും. അവരെ വിശ്വാസത്തിലെടുത്ത് തന്നെ പോകാൻ തന്നെയാണ് ഞങ്ങൾക്ക് താല്പര്യം. ഓക്കെ, ഒരു കാര്യം കൂടെ ജിതിൻ, ഇത്രയും ദിവസമായല്ലോ, സ്വാഭാവികമായിട്ടും ഇത്രയും ദിവസമായതുകൊണ്ട് ആ തെരച്ചിലിൽ ഇനി ഉള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതെങ്ങനെയാണ് അർജുന്റെ കുടുംബം ആ പ്രതീക്ഷ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നത്? അല്ല, ഞങ്ങൾക്ക് അർജുൻ എന്ത് സംഭവിച്ചു, അർജുൻ എവിടെയെന്നുള്ള ആ ചോദ്യം ചിഹ്നമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ ഒരു ഉത്തരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ഏത് രീതിയിലാണെങ്കിലും ഞങ്ങൾ കുടുംബം അതിനെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അർജുനെ ഞങ്ങൾ കിട്ടണം. ഒറ്റ കാര്യം കൂടെ ജിതിൻ, ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു പക്ഷേ തെരച്ചിൽ നടക്കുന്നില്ല എങ്കിൽ ഒരു പ്രതിഷേധം പോലും നിങ്ങളുടെ മനസ്സിലുണ്ട്, അർജുന്റെ മറ്റു കുടുംബാംഗങ്ങൾ കൂടി അങ്ങോട്ട് എത്തുമെന്നുള്ളത്. ഇത് കേരള സർക്കാരിനെ ഈ വിവരം അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് ഞങ്ങൾ തന്നെ എടുത്ത തീരുമാനമാണ്. ഞങ്ങൾ ആരും അറിയിച്ചിട്ടൊന്നുമില്ല. പ്രതിഷേധിക്കുന്ന അവിടെ പോയിട്ട് സമരം ഇരിക്കുക എന്നുള്ള രീതിയിലുള്ള പ്രതിഷേധമല്ല. ഞങ്ങളെ പ്രതിഷേധം തെരച്ചിൽ പുനരാരംഭിക്കാതെ പ്രതിഷേധം കളക്ടറെ അറിയിക്കുന്നു, മറ്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നു എന്ന രീതി മാത്രമാണ്. ഓക്കെ, അപ്പൊ ജിതിൻ അവിടെ എത്തിയ ശേഷം ഇനി നാളെ ഈ സമയമാകുമ്പോഴേക്കും അതിലൊരു തീരുമാനമുണ്ടാകും. മറ്റു കുടുംബാംഗങ്ങൾ അങ്ങോട്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. മേ ബി ചാൻസ് ഉണ്ടാകും.
കാരണം നാളത്തോടെ നമുക്കൊരു ഒരു പിക്ചർ കിട്ടുമല്ലോ. ഇനി ഒരു തിരച്ചിൽ ഇത്രയും അനുകൂലമായ ഒരു സാഹചര്യത്തിനെ ഞാൻ പ്രതീക്ഷിക്കുന്ന തിരച്ചിൽ എന്തായാലും പുനരാരംഭിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്രയും സാഹചര്യം അനുകൂലമാണല്ലോ. അതിൽ തന്നെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് തന്നെ ഫ്ലോട്ടിംഗ് പ്രൊജർ എത്തിക്കേണ്ട നടപടിയും ഇതിൽ കൂടെ തന്നെ ഞങ്ങൾ ആവശ്യം ഉന്നയിക്കുകയാണ്. ഓക്കെ, അതായത് ആ ആവശ്യം നിങ്ങൾ എവിടെയാണ് ഉന്നയിക്കുന്നത്? കർണാടക സർക്കാരിനോടാണോ? അതെ അതെ, തീർച്ചയായിട്ടും. അതിൽ കേരള സർക്കാർ മുൻഗണന എടുത്തിട്ട് അത് അവിടെ എത്തിക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇത്രയും ജലനിരപ്പ് കുറഞ്ഞ സാഹചര്യത്തിൽ അതിന്റെ ഉപയോഗവും കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതിൽ ആധികാരികത ഉറപ്പുവരുത്തേണ്ടത് കർണാടക സർക്കാരാണ്, അല്ലെങ്കിൽ അവിടുത്തെ ജില്ലാ ഭരണകൂടമാണ് അത് ഉറപ്പുവരുത്തേണ്ടത്. കേരള സർക്കാർ ഇതിലൊരു ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അത് ആവശ്യപ്പെടാൻ പോകുന്നേ ഉള്ളൂ? അല്ല, ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്, മിനിസ്റ്റേഴ്സായിട്ടൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. MLA ലിൻഡോ ജോസഫ് MLA ആയാലും മറ്റ് MLA-മാരായിട്ടായാലും ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടായോ? പ്രതികരണം ഉണ്ടായി. അത് രാജൻ മിനിസ്റ്ററായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം കാർവാർ അതായത് കലക്ടറുടെ ഒരു റിക്വസ്റ്റ് അവർ തന്നാൽ ഏത് നിമിഷവും അമീഷനെ എത്തിക്കാൻ റെഡിയാണെന്നുള്ള അറിയിപ്പ് തന്നെയാണ് കിട്ടിയത്. അതായത് കർണാടകത്തിൽ നിന്ന് നിർദ്ദേശം ഉണ്ടായാൽ ആ സഹകരണം കേരളത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഉറപ്പ് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും, വളരെയധികം നന്ദി. അർജുന്റെ ബന്ധു ജിതിനാണ് പ്രതികരിച്ചത്. ജിതിൻ അടക്കമുള്ളവർ ഷിരൂരിലേക്ക് പുറപ്പെടുന്ന സമയത്തു കൂടിയാണ് ന്യൂസ് 8നോട് പ്രതികരിച്ചിരിക്കുന്നത്. തെരച്ചിൽ പുനരാരംഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ജിതിനുള്ളത്. അർജുന്റെ അനിയനടക്കം സംഘത്തിലുണ്ട്. ഇനി തെരച്ചിൽ പുനരാരംഭിക്കുന്നില്ല എങ്കിൽ നാളെ വൈകുന്നേരത്തോടുകൂടി അർജുന്റെ മറ്റു കുടുംബാംഗങ്ങൾ, അച്ഛനും ഭാര്യയും ഒക്കെ അടക്കമുള്ളവർ ഷിരൂരിലെത്തും. അവര് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ആ രീതിയിലുള്ള നേരിട്ട് കളക്ടറെ കണ്ടിട്ടുള്ള ഒരു പരാതികൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കൂടി കടക്കും. പുനരാരംഭിക്കുന്നത് വരെ ഷിരൂരിൽ അർജുന്റെ കുടുംബം ഉണ്ടാകും എന്നുള്ള ഉറപ്പുകൂടിയാണ് ജിതിൻ ന്യൂസ് 8നോട് പ്രതികരിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്ത നോക്കിയാൽ ആലപ്പുഴയിൽ രഹസ്യമായി മറവ് ചെയ്ത നവജാത ശിശുവിന്റെ മരണകാരണം പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായില്ല. മൃതദേഹം ജീർണിച്ച നിലയിലായിരുന്നതാണ് കാരണം. രഹസ്യമായി മറവ് ചെയ്യുന്നതിന് മുൻപ് കുഞ്ഞിനെ സൂക്ഷിച്ചത് ടെറസിന്റെ സൺഷെയ്ഡിലാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുഞ്ഞ്. പ്രസവശേഷമാണ് ഗർഭിണിയായിരുന്നുവെന്ന് യുവതി ആൺസുഹൃത്തിനെ അറിയിക്കുന്നതെന്നും പോലീസ് പറയുന്നു. വിവരം അറിയിക്കുമ്പോൾ അറസ്റ്റിലായ കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു ആൺസുഹൃത്ത് തകഴി സ്വദേശി തോമസ് ജോസഫ്. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. നവജാത ശിശുവിന്റെ മൃതദേഹം തകഴിയിൽ രഹസ്യമായി മറവ് ചെയ്ത സംഭവത്തിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് പോലീസിന്. മരണം എങ്ങനെ സംഭവിച്ചുവെന്ന് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാകൂ എന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കിയിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞിന്റെ മരണകാരണം കണ്ടെത്താനായിട്ടില്ല. മൃതദേഹത്തിന്റെ ജീർണാവസ്ഥയായിരുന്നു തടസ്സം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം യുവതിയുടെ വീട് നിൽക്കുന്ന പ്രദേശത്തെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി. കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാതെ ഇരു വീട്ടുകാരും ചേർന്ന വിവാഹം അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമായിരുന്നെന്ന് വാർഡ് മെമ്പർ ബോബി ചാക്കോ പറഞ്ഞു. ഇവിടുന്ന് മൃതദേഹം കുട്ടിയുടെ ബന്ധു ഏറ്റെടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ ശ്മശാനത്തിൽ സംസ്കരിക്കും. അതിൻ്റെ NOC കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോയി റിപ്പോർട്ടുകൾ കിട്ടാനുണ്ട്. ഒന്നും പറയാനായിട്ടില്ല. ഓക്കെ. സംഭവത്തിൽ യുവതിയെയും ആൺസുഹൃത്ത് തകഴി സ്വദേശി തോമസ് ജോസഫ്, മൃതദേഹം മറവ് ചെയ്യാൻ ഇയാളെ സഹായിച്ച തകഴി കുന്നുമ്മ സ്വദേശി അശോക് ജോസഫ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രസവ ദിവസം പുലർച്ചെയാണ് ഗർഭാവസ്ഥ സംബന്ധിച്ച് തോമസിന് വിവരം ലഭിച്ചതെന്നാണ് മൊഴി. ഈ സമയം തകഴിയിലെ അശോകിന്റെ വീട്ടിലായിരുന്നു ഇയാൾ. പ്രസവ വിവരം അറിഞ്ഞ് ബോധരഹിതനായി തോമസ് വീണെന്നും അതുകൊണ്ടാണ് യുവതിയുടെ വീട്ടിലേക്ക് കൂടെ പോയതെന്നുമാണ് കേസിലെ 3ാം പ്രതിയായ അശോകിന്റെ മൊഴി. ചെല്ലുമ്പോൾ വീടിന്റെ ടെറസിന്റെ സൺഷെയ്ഡിൽ കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുഞ്ഞ്. റിമാൻഡ് ചെയ്യപ്പെട്ട യുവതി സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ്. ഇവരെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയാനാകൂ. ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. നാവായിക്കുളം സ്വദേശിനിയായ യുവതിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ 8 പേർ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണറവിളയിലും പേരൂർക്കടയിലും നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. അതിനു പിന്നാലെ നാവായിക്കുളത്തും രോഗബാധ റിപ്പോർട്ട് ചെയ്തത് ആശങ്ക കൂട്ടുന്നതാണ്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സ്ത്രീക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തിയ ഇവർക്ക് മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളില്ല.
ഇന്നലെ വൈകിട്ടാണ് ഇവരുടെ സ്രവപരിശോധനാ ഫലം ലഭിച്ചത്. വീടിന് സമീപത്തെ തോട്ടിൽ കുളിച്ചതായി യുവതി ആരോഗ്യപ്രവർത്തകരോട് പറഞ്ഞു. ഇവർ ഉൾപ്പെടെ 8 പേർ രോഗം സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 6 പേർ കണ്ണറവിള സ്വദേശികളും ഒരാൾ പേരൂർക്കട സ്വദേശിയുമാണ്. കാവിൻകുളത്തിലെ കുളത്തിൽ കുളിച്ചവർക്കാണ് കണ്ണറവിളയിൽ രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ പേരൂർക്കടയിലെ രോഗ ഉറവിടം സംബന്ധിച്ച് വകുപ്പിന് വ്യക്തതയില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 8 യെല്ലോ അലർട്ട്. ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വെള്ളിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. മര്യനാട് വീണ്ടും തിരയിൽപ്പെട്ട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മര്യനാട് വെട്ടത്തുറ സ്വദേശി അത്തനാസാണ് മരിച്ചത്. ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ഉണ്ടായ 4ാമത്തെ അപകട മരണമാണ് ഇത്. രാവിലെ 6:30-നായിരുന്നു അപകടം. 12-അംഗ സംഘമാണ് മര്യനാട് നിന്നും മത്സ്യബന്ധനത്തിന് പുറപ്പെട്ടത്. ശക്തമായ തിരയിൽപ്പെട്ട് ഇവരുടെ വള്ളം മറിയുകയായിരുന്നു. മര്യനാട് സ്വദേശിയായ അരുൾദാസന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് അപകടത്തിൽപ്പെട്ട് കീഴ്മേൽ മറിഞ്ഞത്. വീഴ്ചയിൽ വള്ളത്തിലിടിച്ച് 3 പേർക്കാണ് പരിക്കേറ്റത്. അത്തനാസ്, അരുൾദാസൻ, ബാബു എന്നിവരെ പരിക്കുകളോടെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അത്തനാസിന്റെ പരിക്ക് ഗുരുതരമായിരുന്നു. തുടർന്ന് കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽപ്പെട്ട മറ്റ് 9 പേരും നീന്തിക്കയറി. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ വള്ളം മറിഞ്ഞ് 4ാമത്തെ അപകട മരണമാണ് ഇത്. രാവിലെ 6 മണിയായപ്പോൾ നമ്മൾ വള്ളം ഇവിടെ നിന്ന് കടലിലോട്ട് ഇറക്കി നമ്മൾ 7 പേരുണ്ടായിരുന്നു. 7 പേരുമായിട്ട് വള്ളം ഓടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് ഒരു തിര മറിഞ്ഞ് അങ്ങോട്ട് പോയി, 2ാമത്തെ തിരയും കയറിപ്പോയി, 3ാമത്തെ കടലാണ് വലിയ കടലായിട്ട് വന്നത്. അങ്ങനെ ആ കടലടിച്ചാണ് വള്ളം കമ്മുന്നത്. വള്ളം കമ്മുന്നിട്ട് അതിലൊരാൾ മരിച്ചു. സ്ഥിരം അപകടമുണ്ടാകുന്ന മുതലപ്പൊഴിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് മര്യനാട്. 22 പേർക്കാണ് 4 അപകടങ്ങളിലുമായി സാരമായി പരിക്കേറ്റത്. മഴ ശക്തമാവുകയും കടൽക്ഷോഭമുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് അപകടം സ്ഥിരമാകുന്നത് എന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. സെബി മേധാവി മാധബി പുരിക്കെതിരായ ഹിൻഡർബർഗ് റിപ്പോർട്ടിൽ JPC അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ച കോൺഗ്രസ്. രാജ്യവ്യാപക പ്രക്ഷോഭം തുടങ്ങുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഇന്ത്യയിലും വിദേശത്തുമുള്ള നിക്ഷേപങ്ങളുടെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടാൻ മാധബിയോട് ഹിൻഡർബർഗ് ആവശ്യപ്പെട്ടു. നിങ്ങൾ ആലോചിക്കേണ്ടത് സുപ്രീം കോടതി കേസെടുത്തതാണ്. സുപ്രീം കോടതി കേസെടുത്തപ്പോൾ സുപ്രീം കോടതി അവസാനം സെബിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് അവരുടെ അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ആ കേസിന് തീർപ്പ് കൽപ്പിച്ചത്. അതാണ് ഇവിടെ ആഘോഷിക്കപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്താണ്? സുപ്രീം കോടതിയിൽ മറച്ചുവെച്ചു കാര്യങ്ങൾ എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സെബിയുടെ ചെയർപേഴ്സണ് നിക്ഷേപമുണ്ടായിരുന്നു എന്നുള്ളത് സുപ്രീം കോടതിയിൽ പോലും മറച്ചുവെക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ ഇനി നടപടിയെടുക്കേണ്ട സുപ്രീം കോർട്ടാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഓഹരി കുംഭകോണങ്ങളിൽ ഒന്നായി മാറുകയാണ്. അതിന് ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കേണ്ട സെബി ചെയർപേഴ്സൺ അവരുടെ ഭർത്താവും ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നു, ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു JPC അന്വേഷണം കൂടിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ. അതുകൊണ്ട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്ന ആവശ്യം ഞങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. അതല്ലാതെ ഇക്കാര്യം മുന്നോട്ട് പോകാൻ പറ്റില്ല. രാജ്യവ്യാപകമായി ഈ കാര്യം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉന്നയിക്കുകയും ചെയ്യും. JPC ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമ്മർദ്ദം തുടരുകയും ചെയ്യും. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ട്രക്കും കാറും കൂട്ടിയിടിച്ച് 5 വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. ചെന്നൈ തിരുപ്പതി ദേശീയപാതയിൽ ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. ചെന്നൈ SRM കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത്. മരിച്ച 5 പേരും ആന്ധ്രാപ്രദേശിലെ ഓങ്കോൾ സ്വദേശികളാണ്. 2 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തിരുവള്ളൂർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീണ്ടും ഇടവേള. കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസിൽ 3 ജീവനക്കാർക്ക് കൂടി സസ്പെൻഷൻ. ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തത് നഗരസഭാ ചെയർപേഴ്സൺ. സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സെക്ഷൻ സൂപ്രണ്ട് അടക്കമുള്ളവർക്കെതിരെയാണ് അച്ചടക്ക നടപടി. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, വിശദാംശങ്ങൾ എങ്ങനെയാണ്? വീണ്ടും 3 ജീവനക്കാരെ കൂടി സസ്പെൻഡ് ചെയ്തുകൊണ്ട് കൂടുതൽ കടുത്ത നടപടി എന്നുകൂടി വ്യക്തമാക്കുന്നു നഗരസഭ. തീർച്ചയായും ഇതിലൊരു തുടർ നടപടി എന്ന് വിശേഷിപ്പിക്കാം അപർണ ഈ നടപടിയെ. കാരണം ഈ അഖിലിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇയാളാണ് 3 കോടി രൂപ ഈ സെഷനിൽ നിന്നുള്ളത് ഇയാളാണ് ട്രാൻസ്ഫർ ചെയ്ത് അമ്മയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് എന്നതായിരുന്നു വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചത്. മറ്റ് ഈ സെഷനിൽ ഉണ്ടായിരുന്ന സൂപ്രണ്ട് അടക്കമുള്ളവർ ഇത് കണ്ടെത്തിയില്ല എന്നുള്ള, അവർക്കൊരു വീഴ്ച പറ്റി എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്
സെക്രട്ടറി റിപ്പോർട്ട് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. സെഷൻ വിഭാഗത്തിലെ പെൻഷൻ വിഭാഗത്തിലെ സൂപ്രണ്ട് ശ്യാമ്, സെഷൻ ക്ലർക്ക് ബിന്ദു KG, അക്കൗണ്ട് വിഭാഗത്തിലെ ബിൽ തയ്യാറാക്കുന്ന സന്തോഷ് കുമാർ എന്നിവർക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് ഡിവൈഎഫ്ഐയുടെ മറ്റും മാർച്ചുകൾ ഉണ്ടായിരുന്നു. നാളെ യുവമോർച്ച മാർച്ച് നടത്തുന്നുണ്ട് BJP ഒക്കെ. അപ്പോൾ അങ്ങനെ വലിയ പ്രതിഷേധം തുടരുകയാണ്. അതേസമയം ഈ പോലീസ് അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇനിയും എത്തിയിട്ടുമില്ല. അപർണ. റൈറ്റ്. ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴ നഗരസഭാ ഭരണം നിലനിർത്തി LDF. കോൺഗ്രസുമായുള്ള തർക്കത്തിന് പിന്നാലെ ലീഗ് അംഗങ്ങൾ LDFന് വോട്ട് ചെയ്തതോടെയാണ് ഭരണം നിലനിർത്തിയത്. CPMലെ സബീന ബിഞ്ചുവാണ് നഗരസഭാധ്യക്ഷ. നഗരസഭാ കാര്യാലയത്തിന് പുറത്ത് ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷവും ഉണ്ടായി. നിന്റെ വീട്ടിലേക്ക് കേട്ടോ പത്തനംതിട്ട തുമ്പമൺ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ CPM നേതാക്കൾ കള്ളവോട്ട് ചെയ്തെന്ന് ആരോപണം. CPM ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കെതിരെയാണ് കോൺഗ്രസിന്റെ ആരോപണം. കൂടൽ ലോക്കൽ സെക്രട്ടറി ഉന്മേഷ്, കുരമ്പാല ബ്രാഞ്ച് സെക്രട്ടറി ദീപു തുടങ്ങി ഒട്ടേറെ പ്രാദേശിക നേതാക്കൾ കള്ളവോട്ട് ചെയ്തെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എറണാകുളം പൂണിത്തുറ CPMൽ പൊട്ടിത്തെറി. നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി കീഴിലെ 10 ബ്രാഞ്ച് സെക്രട്ടറിമാർ രാജിവെച്ചു. ജില്ലാ സെക്രട്ടറി CN മോഹനും മുൻ ലോക്കൽ സെക്രട്ടറി ദിനേശിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. സാമ്പത്തിക തിരിമറി നടത്തിയ ദിനേശിനെ പാർട്ടി സംരക്ഷിക്കുന്നു എന്നാണ് ആരോപണം. സെക്രട്ടേറിയറ്റിൽ ക്യാന്റീൻ ജീവനക്കാരും ട്രഷറി വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ സംഘർഷമുണ്ടായി. വെള്ളം കിട്ടിയില്ലെന്ന് ആരോപിച്ച് ക്യാന്റീൻ മാനേജറെ മർദ്ദിക്കാൻ ശ്രമിച്ചു. ചോദ്യം ചെയ്തതോടെ കയ്യാങ്കളിയായി. ദൃശ്യം പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകർക്കെതിരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. സംഭവത്തിൽ ക്യാന്റീൻ മാനേജർ കന്റോൺമെന്റ് പോലീസിൽ പരാതിയും നൽകി. തൊടാൻ അവകാശമുണ്ടോ? വീഡിയോ എടുക്കും, തല്ലുന്ന വീഡിയോ എടുക്കും. വീഡിയോ ഒരു കാര്യം മനസ്സിലാക്കാതെ നിങ്ങൾ ഇതിനകത്ത് ഇടപെടാതെ. സെക്രട്ടേറിയറ്റിലാണെങ്കിൽ നിങ്ങളുടെ രാജ്യം ഭരിക്കണമെന്നല്ലോ. വീഡിയോ എടുക്കും. നീ എന്നായാലും വീഡിയോ എടുക്കും. എന്നായാലും വീഡിയോ എടുക്കുക. പത്തനംതിട്ട പന്തളത്ത് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. പോലീസ് മർദ്ദനമേറ്റ പ്രവർത്തകരെ പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു മടങ്ങുമ്പോൾ സംഘർഷത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് ചോദ്യം ചോദിക്കുന്നതിനിടെയായിരുന്നു സംഭവം. മുതിർന്ന നേതാക്കളും പോലീസും ചേർന്നാണ് പ്രശ്നം തണുപ്പിച്ചത്. തൃശൂർ പ്രാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റാഗിംഗിൽ വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനമേറ്റു. 5 വിദ്യാർത്ഥികൾ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടി. +2 വിദ്യാർത്ഥികൾ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് +1 വിദ്യാർത്ഥികളെ സ്ഥിരമായി മർദ്ദിക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇത്തരം സംഭവങ്ങൾ അധ്യയന വർഷം മുതലേ ഉണ്ടായിരുന്നുവെന്നും സ്കൂൾ അധികൃതർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും രക്ഷിതാക്കളും ആരോപിച്ചു. പുലിക്കളി നടത്തണമെന്നാവശ്യപ്പെട്ട് 9 പുലിക്കളി സംഘങ്ങൾ തൃശൂർ മേയർക്ക് സംയുക്ത നിവേദനം നൽകി. പുലിക്കളി ഒരുക്കങ്ങളുടെ ഭാഗമായി ഓരോ ടീമിനും 3 ലക്ഷത്തിലധികം രൂപ ഇതിനോടകം ചെലവായിട്ടുണ്ട്. പുലിക്കളി നടത്താതിരുന്നാൽ സാമ്പത്തിക നഷ്ടം താങ്ങാനാകില്ലെന്നും ടീമുകൾ വ്യക്തമാക്കുന്നു. പുലിക്കളി വേണ്ട എന്ന് വെച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്നും പുലിക്കളി നടത്താത്ത പക്ഷം തങ്ങൾക്കുണ്ടായ ബാധ്യത കോർപ്പറേഷൻ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. ഓൺലൈനിൽ അപേക്ഷിക്കുന്നവരെ ചില ഉദ്യോഗസ്ഥർ നേരിട്ട് വിളിച്ചു വരുത്തുന്ന പ്രവണതയുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. തക്കതായ കാരണമില്ലാതെ അപേക്ഷകനെ വിളിച്ചു വരുത്തിയാൽ കർശന നടപടിയെടുക്കും. തദ്ദേശ വകുപ്പിൽ അപേക്ഷയ്ക്കൊപ്പം നൽകേണ്ട രേഖകളുടെ ചെക്ക് ലിസ്റ്റ് ഓൺലൈനായും ഓഫ്ലൈനായും വ്യക്തമാക്കണം. വകുപ്പിൽ എഞ്ചിനീയർമാരുടെ ക്ഷാമമുണ്ട്. വിരമിച്ച എഞ്ചിനീയർമാരുടെ പാനൽ സൃഷ്ടിച്ച് തദ്ദേശ വകുപ്പിൽ സേവനം ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളിൽ HIV-യെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനായി എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന യുവജനോത്സവ പരിപാടിയുടെ സംസ്ഥാനതല മത്സരങ്ങൾ തൃശൂരിൽ നടന്നു. ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, കായിക യുവജനക്ഷേമ വകുപ്പ്, നെഹ്റു യുവ കേന്ദ്ര, NSS, റെഡ് റിബൺ ക്ലബ്ബുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു.
ഗൃഹോപകരണ ശൃംഖലയായ പിട്ടാപ്പള്ളിൽ ഏജൻസീസിന്റെ 79ാമത് ഷോറൂം കാസർഗോഡ് കാഞ്ഞങ്ങാട് പ്രവർത്തനം തുടങ്ങി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. പിട്ടാപ്പള്ളിൽ ഏജൻസീസിന്റെ ഓണം ഓഫറായ ഓണം ആഘോഷം സ്കീമിന്റെ ലോഞ്ചും അവതരണവും ഇതോടൊപ്പം നടന്നു. പിട്ടാപ്പള്ളിൽ ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിൽ ഓണം സ്കീം അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള, വാർഡ് കൌൺസിലർ VV രമേശ്, പിട്ടാപ്പള്ളിൽ ഏജൻസീസ് ഡയറക്ടർ കിരൺ വർഗീസ്, ജനറൽ മാനേജർ AJ തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ജില്ലയ്ക്ക് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഞങ്ങളുടെ സേവനങ്ങൾ അനുഭവമായി മാറുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്നും ഉത്തരവാദിത്തപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സർവീസോടുകൂടി കസ്റ്റമർക്ക് ഒരു നല്ല ലൈവ് 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം പ്രൈം ഡിബേറ്റ്. നമസ്കാരം.